ബോർഡ് വെച്ചു. നമ്മുടെ പറാപ്പാലത്തിൻ്റെ പണിക്ക് വേണ്ടി വെച്ച ബോർഡാണ്. ഇപ്പോൾ ബോർഡിൻ്റെ മണ്ടയ്ക്ക് മരങ്ങളൊക്കെ കിളുത്തി പരുവമായിരിക്കുക. ഇനി ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് പിന്നീട് കണ്ടറിയാം. ഇത് വാഴപ്പള്ളി പഞ്ചായത്ത് 20-ാം വാർഡാണ്. ഇത് വർഷങ്ങളായിട്ട് ഈ റോഡ് തകർന്നു കിടക്കുക. ജനങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. ഇവിടെയുള്ള ഇതിൻ്റെ വർക്കൊക്കെ എന്നായി? ഇത് വാർഡ് മെമ്പർ ഇവിടുത്തെ കേട്ടോ, പറഞ്ഞോ, വാർഡ് മെമ്പറിന് പറയാനുള്ളതൊക്കെ പറഞ്ഞോ. ആ, എന്നായി ഇവിടുത്തെ വർക്കൊക്കെ? ആ, ഈ റോഡ് നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമേ ടാർ ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഈ എല്ലാ ദിവസവും രാത്രി മഴ പെയ്യുന്നതുകൊണ്ട് കുഴിയെല്ലാം പിന്നെയും വെള്ളം നിൽക്കുന്നു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താൽ ടാറിങ് നടക്കത്തില്ല. നേരെ മറിച്ച് കോൺക്രീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഈ മഴയൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഇന്നലെയും വന്ന് കോൺട്രാക്ടർ വന്ന് നോക്കിയപ്പോ ഈ കുഴിയിലൊക്കെ വെള്ളമാണ്. അപ്പൊ ടാർ ചെയ്യാനാ ഉദ്ദേശം. എന്തായാലും കുറിച്ചടി വരെ ഈ മഴ ഒരാഴ്ച മാറി നമുക്ക് പെട്ടെന്ന് തന്നെ ടാർ ചെയ്യും. കോൺട്രാക്ടർ അതിന് വില്ലിങ് ആണ്. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പൈപ്പ് കൂട്ടി കിടക്കുന്നത് ഈ ചെറിയ ഈ റോട്ടിൽ കൂടെ വലിയ ടൺ ലോറിയൊക്കെ പോകുമ്പോൾ താഴെയുള്ള പൈപ്പ് പൊട്ടുക. അതിന് ഇന്ന് പൈപ്പിന്റെ കോൺട്രാക്ടർ വന്ന് നോക്കും എവിടെയൊക്കെ ഇപ്പൊ പൈപ്പ് തുറന്നിട്ടിരിക്കുക. പൈപ്പ് തുറന്നിട്ട് ആ സമയത്ത് മാത്രമേ ആ കോൺട്രാക്ടർ വരത്തുള്ളൂ. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയിലെ AE ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞ് മിനിഞ്ഞാന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ കോൺട്രാക്ടർ ഇന്ന് വൈകുന്നേരം വരും. പൈപ്പ് എല്ലാം ക്ലീൻ ചെയ്ത ഉടനെ ഇന്ന് രാത്രി മഴ പെയ്തില്ലെങ്കിൽ ഒരു 3 ദിവസം മഴ പെയ്യാതിരുന്നാൽ മതി, പിറ്റേ ദിവസം കോൺട്രാക്ടർ വന്ന് ചെയ്യും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഈ റോഡിന് ഫണ്ട് വെച്ചിരിക്കുന്നത്. ആരും ഈ വെട്ടിത്തുരുത്ത് റോഡ് എടുക്കുന്നില്ലായിരുന്നു. ഇവിടുത്തെ നാട്ടുകാർ വിഷയം ഉണ്ടാക്കുന്നുണ്ടോ? കോൺട്രാക്ടർ എടുക്കുന്നവർ പല പ്രശ്നങ്ങൾ. കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലം ഞാൻ പള്ളിയുടെ റോഡ് പണിയാനായിട്ട് ഒരു കോൺട്രാക്ടറെ കൊണ്ടുവന്നു. ആ കോൺട്രാക്ടറുടെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യ പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ 6 ലക്ഷം രൂപയുടെ ഫണ്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 105 ഫണ്ട് റോഡ്. ആ കോൺട്രാക്ടറിന്റെ കാല് വെച്ചിട്ട് പറഞ്ഞു ഈ ടെൻഡർ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു എടുത്തോളാം, മെമ്പർ ഫുൾ ഗ്യാരണ്ടി തന്നെ എടുത്തോളാം. ഓക്കെ, ഞാൻ ഫുൾ ടൈം. എന്താ ഇവിടുത്തെ നാട്ടുകാരെന്താ പറയുന്നത്? അവരെന്താ പറയുന്നത്? ഈ രീതി പണിതാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? എന്നാ നാട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നാട്ടുകാർ സാധനം എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു. സാധനം 2-3 ആൾക്കാർ 1-2 പേര് എടുത്തോണ്ട് പോകുമല്ലോ. സാധനങ്ങൾ ബാലൻസ് വന്ന് കഴിയുമ്പോ പുള്ളിയോട് ചോദിക്കാതെ എടുത്തോണ്ട് പോയത്. അതിപ്പോ അവരെ പറഞ്ഞിട്ട് കാര്യം ആരാന്നറിയാം. ആളെ ഒന്നും വെളിപ്പെടുത്തുന്നത് ആരാന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ കല്ലും അത് വേറെ വാർഡാണ്, വേറെ വാർഡാണ്. ഈ വഴിയിലെ വെള്ളം മഴ പെയ്യുന്നു പറഞ്ഞു. മഴ പെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ 2 ദിവസമുള്ള മഴ പെയ്തിട്ട് അത് ആദ്യം 2 ദിവസമുള്ള ഈ റോഡ് ഒന്ന് നോക്കുവോ, ഇതിന്റെ പ്ലാനോ ഒന്നോ കാര്യങ്ങളോ ഒന്നും നോക്കുവോ ഒന്നും ചെയ്തില്ല. 5-8 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നോ? ഇല്ല. അത് കഴിഞ്ഞ് പ്ലാൻ വഴിയുടെ പണി തുടങ്ങാൻ സമയമാകുമ്പോ മഴ പെയ്യും. അത് മെമ്പറുടെ ഭാഗ്യമോ കോൺട്രാക്ടറെ അല്ല. ഈ സാധനം എല്ലാം ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. ഈ സംഭവം എന്താണെന്നറിയോ? ഇത് ആരുടെയും ഭാഗ്യക്കേടും ഒന്നല്ല നമ്മൾ പറയുന്നത്. ഇത് ആകാശ വിസ്മയം എന്ന് പറയും. നമ്മൾ വെടിക്കെട്ട് നടത്തി കണ്ടിട്ടില്ല. കുഴച്ചു കൊണ്ടുവന്ന് നമ്മൾ ബിൽഡിംഗ് ഇപ്പൊ വാർക്കുന്നില്ലേ? ഒരു മെറ്റിലില്ല, മണ്ണില്ല, ഒരു സാധനം ഇവിടെ എങ്ങും ഇറങ്ങിയിട്ടില്ല. നാളെ വാർക്കും. പിന്നെ ഇത് മറ്റേ റോളർ ഇവിടെ സാൻഡ്ര ആദ്യം സാധനം ഇറക്കിച്ചിടിയ സാധനം ഇറക്കിച്ചിടേ. അപ്പൊ മഴ തോരി തുടങ്ങാൻ പണി തുടങ്ങാം. ഒന്ന് വിളിച്ചു ചോദിക്കും പുള്ളി എന്താ പറയുന്നത് അറിയാൻ പറ്റുമല്ലോ. കേട്ടോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പറോട് യാതൊരു പരാതിയില്ല. മെമ്പർക്ക് അങ്ങനെയുള്ള ധാരണകൾ എന്തെങ്കിലും കാണും. അല്ല, സഹകരിക്കണം. സഹകരിച്ചാലേ റോഡിൽ പണി നടക്കത്തുള്ളൂ. മെമ്പറുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഒന്ന് സഹായിച്ചു കൊടുക്കാം. ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. മെറ്റിലും മണ്ണും എംസാൻഡും ഒന്നും ഇറക്കാതെ ഏത് സ്ഥലത്തും റോഡ് മാത്രം കൊണ്ടുവന്ന ഇത് വേണ്ട. മറ്റേ എന്തെങ്കിലും വേണം. അവസാനം ഒന്ന് തൂകിയെങ്കിലും പോകുന്ന സഹോദര, ഇതൊന്നും അല്ല ഇതിന്റെ സംഭവം. ഇത് വെച്ചിരിക്കുന്നെങ്കിൽ ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇത്രയും നാൾ നീണ്ടു കിട്ടിയതാണ്.
കാരണം ഇത് പിടിക്കാൻ ഇവിടെ ആളില്ലെന്ന് പറഞ്ഞില്ലേ, മെനക്കെട്ടിറങ്ങി ആളെ നമ്മുടെ MLA എന്തിനുള്ളതാ? നമ്മുടെ MLA എന്തിനുള്ള കച്ചിപ്പെട്ട ആളാണല്ലോ. MLA വെച്ചത് ഈ പാലം പണി നടക്കൂ. അല്ലേ അവിടെ MLA ഇറങ്ങുന്നതിന് മുമ്പ് 9 ലക്ഷം അല്ല പുള്ളി പോകുന്നതിന് മുമ്പേ നടക്കൂ. വന്ന് തങ്ങി നിൽക്കുന്നു അവിടെ. ആ ബോർഡ് വെച്ചതേ കാടും കയറി. എല്ലാം കോടികളാ. ഈ നമ്മുടെ പറാ റോഡ് സമരം വെച്ചു ഉടനെ പുള്ളി പറഞ്ഞ 2 കോടി രൂപ റോഡിന്. പുള്ളി ചുമ്മാ കോടികൾ അങ്ങ് പറഞ്ഞേക്കുവാ. എന്നതാണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. നമ്മുടെ MLAക്ക് സ്ഥിരത നഷ്ടപ്പെട്ടോന്ന് അറിയത്തില്ല. നമ്മൾ എന്നാ പറഞ്ഞാലും പുള്ളി ചാടി കയറി കോടികൾ പറയും. അല്ല പരാതി വേണം. നമ്മള് ജയിപ്പിച്ചു വിട്ട ആളാ, നമുക്ക് പരാതി വേണം. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം, ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ. സഹോദരൻ 2 വർഷമായിട്ട് ലോകത്തിൽ ഇതുപോലെയുള്ള ഒരു വഴി എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാം. ഇത് തന്നെയല്ല. അങ്ങോട്ടൊന്ന് പോയേ എന്റെ മനുവാണ് നോക്കിക്കേ. മുഴുവൻ ഇതുപോലെ വൃത്തിഹീനമായ രീതിയിൽ ഒരു മനുഷ്യൻ